കുട്ടീസൊക്കെ ഇതേ നോമ്പ് തുറക്കാനായിട്ട് ഫുൾ ഓണിലാണ്. ഇന്നത്തെ നോമ്പ് തുറ സ്പെഷ്യലി ഈ ഒരു പിസ്ത മിൽക്കാണ് കേട്ടോ. പിന്നെ ചിക്കൻ സമൂസയുണ്ട്, കട്ട്ലേറ്റ് ഉണ്ട്, വാട്ടർമെലൻ കട്ട് ചെയ്തതുണ്ട്, ആപ്പിൾ ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്, പിന്നെ വാട്ടർമെലൻ ജ്യൂസും അതുപോലെ പാഷൻ ഫ്രൂട്ട് സ്കോഷ് കലക്കി ഇതൊക്കെ ഉണ്ട്. കാരൊക്കെ വെച്ചിട്ടാണ് നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരാൾ ഇതേ സമൂസേനെ കടിച്ചു പറിക്കുന്നുണ്ട്. വേറൊരാളുടെ സന്തോഷം ലവ് ഷേപ്പിലുള്ള കട്ട്ലേറ്റ് കിട്ടിയതിന്റെയാണ് കേട്ടോ. ഹയാസ് ഇവിടെ ഇരുന്ന് പിസ്ത മിൽക്ക് കാര്യമായിട്ട് കുടിക്കുന്നുണ്ട്. പകൽ സമയത്ത് വെയിലിനും ചൂടിനും വലിയ കുറവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ 2-3 ഗ്ലാസ് ജ്യൂസ് ഒക്കെ ഈസി ആയിട്ട് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് പോകട്ടോ. എന്റെ അടുത്തിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം ആലിയമ്മായിയാണ് കേട്ടോ. ഇക്കാന്റെ വാപ്പിച്ചിടെ അനിയന്റെ മോളാണ്. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് നാത്തൂനായിട്ട് തന്നെ വരും. മാഷാ അല്ലാഹ്, നമ്മുടെ ആലിയമ്മായി ഈ വർഷത്തെ ഒരു നോമ്പ് പോലും സ്കിപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. നോമ്പ് തുറയും കഴിഞ്ഞ് ഇക്കാക്കെ ഹയാസും കൂടി ഇതേ പള്ളിയിലേക്ക് പോവാണ്. ദീദി ഹംനയും കൂടി അവർ പോയത് നോക്കി നിൽക്കാണ് കേട്ടോ. പിന്നാലെ ഞാനും നിസ്കരിക്കാനായിട്ട് നിന്നു. ഈ ഒരു നിസ്കാരക്കുപ്പായ ഉണ്ടല്ലോ, ഇത് അടിപൊളിയാണ് കേട്ടോ. ലിങ്ക് കിട്ടാണെന്നുണ്ടെങ്കിൽ എന്തായാലും ടാഗ് ചെയ്തേക്കാം. വലിയ റേറ്റ് ഒന്നും ആവുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം എല്ലാവരും റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് മെയിൻ ആയിട്ട് ഇതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. നമുക്കിന്ന് വെള്ളയപ്പവും ബീഫ് കറി ആയിരുന്നേ. ഇനിയിപ്പോ ഫുഡ് കഴിച്ചതിന്റെ പാത്രങ്ങളും കൂടി കഴുകി വെച്ചാൽ ഇന്നത്തെ ദിവസത്തിന്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ ബൈ.